ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൊഴുക്കട്ടയാണ്. ഇത് മധുരത്തിലും എരിവിലും തയ്യാറാക്കാറുണ്ട്. ഞാനിവിടെ ഉള്ളിയും മുളകും മൊരിയിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഉള്ളിയും മുളകും മൊരിയിച്ച് ചേർക്കുമ്പോഴുള്ള രുചി പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ കൊഴുക്കട്ട തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരൽപ്പം വെള്ളവും ചേർത്ത് ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് ഇത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ എണ്ണയോ ചേർത്ത് നന്നായി കൈകൊണ്ട് മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 8 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ സമയം ഇത് വേവിച്ചാൽ കൊഴുക്കട്ടകൾ കൂടുതൽ ഹാർഡായി പോകും. അതുകൊണ്ട് വേവ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടകളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും മുളകും നല്ല നാടൻ വെളിച്ചെണ്ണയും മൊരിച്ചെടുത്ത് ഈ കൊഴുക്കട്ടകളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കും. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 8 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായി മൊരിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ടകൾ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രുചികൂറും കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട്. ആ ഉള്ളിയും മുളകും വെളിച്ചെണ്ണയും മൊരിഞ്ഞു വന്നപ്പോഴുള്ള മണം നാവിൽ കൊതി ഉണർത്തുന്നു. ഇത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു രുചി അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.